പൊളാരിറ്റി ഓഫ് ബോണ്ട്സ്. അതിൽ വരുന്നത് ബോണ്ട് ഡൈപോൾ ഈസ് എ പോസിറ്റീവ് ചാർജ് നെക്സ്റ്റ് ടു എ നെഗറ്റീവ് ചാർജ്. ബോണ്ട് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് നെക്സ്റ്റ് ടു എ നെഗറ്റീവ് ചാർജ്. ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും ഒരു ഡിസ്റ്റൻസിൽ വരുന്നതിനാണ് ബോണ്ട് ഡൈപോൾ എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെൻറ്റ് ന്യൂ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദി പ്രോഡക്റ്റ് ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അതിനാണ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിൻ്റെയും സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അതേപോലെ ചാർജിൻ്റെയും പ്രോഡക്റ്റിനെയാണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. ന്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ. ക്യൂ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, ആർ ഈസ് ദി ഡിസ്റ്റൻസ്, ക്യൂ ദി നെറ്റ് ചാർജ് ആൻഡ് ആർ ദ ഡിസ്റ്റൻസ്. അതിൻ്റെ യൂണിറ്റ് ഡൈപോൾ മൊമെൻ്റ് യൂണിറ്റ് ഡിബേസ്, ഡി ക്യാപിറ്റൽ ഡി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 1 dBA is equal to 3.335646 into 10 raised to minus 30 cm, coulomb meter. Coulomb is the unit of charge and m is the distance, unit of distance meter. Cm is the coulomb meter. A polar bond forms when two atoms involved in a bond have significantly different electronegativities. നമ്മൾ പോളാർ ബോണ്ടുകളും കൊവാലൻ്റ് ബോണ്ടുകളും. അപ്പോൾ ഒരു പോളാർ ബോണ്ട് ഫോം ചെയ്യുന്നത് രണ്ട് ആറ്റംസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്തൊരു ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് പോളാർ ബോണ്ട് ഫോം ചെയ്യുക. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം വിൽ ഹാവ് എ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. Electronegativity, the positive electron donor side of the bond is represented by delta negative. അപ്പോൾ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് ഡെൽറ്റ നെഗറ്റീവും ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് ഡെൽറ്റ പോസിറ്റീവും ആയിരിക്കും ചാർജ് ഉണ്ടാവും. നെറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ്, അതിനാണ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുക. Of a molecule is obtained by using the vector sum of polarity of individual bonds. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ നെറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദി വെക്റ്റർ സം. വെക്റ്റർ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്, സ്കാലാർ ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് ഡയറക്ഷനോടുകൂടി പറയുന്നതിനാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ വെക്റ്റർ സം ഓഫ് ദി പൊളാരിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ബോണ്ടുകളുടെ വെക്റ്റർ സമ്മാണ് അതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഒരു മോളിക്യൂളുണ്ട്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ പൊളാരിറ്റി ഓഫ് മോളിക്യൂൾസ് ഇവിടെ കാണാൻ പറ്റും. രണ്ട് മോളിക്യൂളിൻ്റെ പൊളാരിറ്റിയാണ്. ഡൈപോൾ മൊമെൻ്റ് ഓഫ് പോളിഅറ്റോമിക് മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻ്റാണ്. നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ളതുകൊണ്ട് ഒരു ബെൻഡ് ആയിട്ടുള്ളൊരു മോളിക്യൂളുണ്ട്. H2O, മറ്റൊന്ന് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, ഒരേ ഡയറക്ഷൻ. രണ്ട് ഡൈപോൾ ഉള്ളത്, ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും, രണ്ട് ബോണ്ടിൻ്റെ ഡൈപോളുകൾ രണ്ടും ഈക്വലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് അതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. എന്നാൽ അതേ സമയത്ത് H2O ബെൻഡ് ഷേപ്പാണ്. അതിൻ്റെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ ഹൈഡ്രജനിൽ നിന്ന് ഓക്സിജനിലേക്കാണ് ഡൈപോളിൻ്റെ ഡയറക്ഷൻ. ഹൈഡ്രജനിൽ നിന്ന് ഓക്സിജനിലേക്ക് ഡൈപോളിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ നെറ്റ് ഡൈപോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓവറോൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡൈപോൾ മൊമെൻറ്റ് ഓക്സിജൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ആയിരിക്കും അതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് വരുന്നത്. പൊളാരിറ്റി ഓഫ് മോളിക്യൂൾസ്, ഡൈപോൾ മൊമെൻറ്റ് ഓഫ് പോളിഅറ്റോമിക് മോളിക്യൂൾസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള രണ്ട് സിംപിളസ്റ്റ് ആയിട്ടുള്ള റൂൾ. ഇത് മോസ്റ്റ് ഓഫ് ദി ടൈമും ഇത് അപ്ലിക്കബിൾ ആണ്, അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്. എന്തായാലും രണ്ട് റൂൾസാണ്. ഒന്ന്, ലോൺ പെയർ. ഇഫ് ദർ ഈസ് എ ലോൺ പെയർ ഓൺ ദി സെൻട്രൽ ആറ്റം ദ മോളിക്യൂൾ ഈസ് പോളാർ. സെൻട്രൽ ആറ്റത്തിൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് പോളാർ മോളിക്യൂൾ ആയിരിക്കും. രണ്ടാമത്, ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ബോണ്ട് ഓൺ സെൻട്രൽ ആറ്റം. ഉദാഹരണത്തിന് ഒന്നാമത്തെ പറഞ്ഞത്, ഉദാഹരണത്തിന് വാട്ടർ H2O, അത് ലോൺ പെയർ ഉണ്ട്. അതേപോലെ NH3 നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. അതൊക്കെ എന്താണ്, പോളാറാണ്. രണ്ടാമത്തെ കേസ് പറയുന്നത്, ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ബോണ്ട് ഓൺ സെൻട്രൽ ആറ്റം. ഒരു സെൻട്രൽ ആറ്റത്തിൻ്റെ മുകളിൽ ഒന്നിലധികം ടൈപ്പ് ബോണ്ട്
ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് CHCl3 അല്ലെങ്കിൽ CH3Cl, അപ്പോൾ കാർബണാണ് സെൻട്രൽ ആറ്റം. അവിടെ 2 ടൈപ്പ് ബോണ്ടുകളുണ്ട്. CH ബോണ്ടുണ്ട്, CH ബോണ്ട് അല്ലെങ്കിൽ CH ബോണ്ട്, അതേപോലെ CCl ബോണ്ട്. ഇങ്ങനെ 2 ടൈപ്പ് ബോണ്ടുകളുണ്ട്. കാർബൺ ഹൈഡ്രജൻ ബോണ്ടുണ്ട്, കാർബൺ ക്ലോറിൻ ബോണ്ടുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് ഒരു സെൻട്രൽ ആറ്റത്തിലുണ്ടെങ്കിൽ അത് പോളാർ ആയിരിക്കും. ഇതാണ് 2 റൂൾസ്, സിമ്പിൾ റൂൾസ് ടു ഡിറ്റർമിൻ ദി പൊളാരിറ്റി ഓഫ് എ പോളിഅറ്റോമിക് മോളിക്യൂൾ. ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് പൊളാരിറ്റി ഓഫ് മോളിക്യൂൾസ്, ഡൈപോൾ മൊമെൻ്റ് ഓഫ് പോളിഅറ്റോമിക് മോളിക്യൂൾസ്. കുറച്ച് മോളിക്യൂൾസിൻ്റെ പൊളാരിറ്റി, ഡൈപോൾ മൊമെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് HCl ആദ്യം കൊടുത്തത് HCl, അത് പോളാറാണ്. HCl പോളാർ ആവാനുള്ള കാരണം അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്, ക്ലോറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പൊളാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ NH3യിലും ഇതേപോലെ ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഉള്ളത് കൊണ്ട് അത് പോളാറാണ്. അതേപോലെ ഇതിൻ്റെ ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്കാണ് പൊളാരിറ്റി ഉള്ളത്. ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്ക് പൊളാരിറ്റി ഉള്ളതുകൊണ്ട് അത് പിന്നെ പരസ്പരം ക്യാൻസൽ ചെയ്ത്, വെക്ടർ സം എടുക്കുമ്പോൾ അത് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകാത്തതുകൊണ്ട് അതും പോളാറാണ്. എന്നാൽ അതേപോലെ NH3 പോലെയുള്ള സെയിം മോളിക്കുലാർ ഫോർമുലയാണ് ഇവിടെ BF3, ബോറോൺ ട്രൈഫ്ലൂറൈഡ്. പക്ഷേ ബോറോൺ ട്രൈഫ്ലൂറൈഡിൻ്റെ പ്രത്യേകത അത് എന്താണ്? ബോറോൺ ട്രൈഫ്ലൂറൈഡ് നോൺ പോളാറാണ്. അതിനുള്ള കാരണം 3 ബോണ്ടുകളാണുള്ളത്. 3ഉം എന്താണ് പരസ്പരം നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് തമ്മിൽ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് അത് നോൺ പോളാറാണ്. അതേപോലെ അടുത്ത CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ കേസിലും ഇതേപോലെ തന്നെയാണ്. CCl4 കാർബൺ ടെട്രാക്ലോറൈഡിൽ പരസ്പരം അതിൻ്റെ നെറ്റ് ഫോഴ്സുകൾ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് അതും നോൺ പോളാറാണ്. CH3Cl കൂടുതൽ CH3Cl പ്രത്യേകത അവിടെ 2 ടൈപ്പ് ബോണ്ടുകളുണ്ട്. CH ബോണ്ടുണ്ട്, CCl ബോണ്ടുണ്ട്. അതുകൊണ്ട് അത് പോളാറാണ്. നെറ്റ് പോളാറിൻ്റെ ഡയറക്ഷൻ കാർബണിൽ നിന്ന് ക്ലോറിനിലേക്കുള്ള ഡയറക്ഷനിലായിരിക്കും. ഡൈപോൾ മൊമെൻ്റ് ഓഫ് NH3 ഈസ് ഹയർ ദാൻ NF3. വൈ? പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം NH3, NF3 2 മോളിക്യൂൾ എടുക്കുമ്പോൾ നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിനേക്കാളും കൂടുതലാണ് നൈട്രജനും ഫ്ലൂറിനും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. 2ഉം പോളാർ ആയിരിക്കും, കാരണം 2ലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ ശരിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് NF3, കാരണം ഫ്ലൂറിൻ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെൻ്റാണ് ഫ്ലൂറിൻ. അതുകൊണ്ട് തന്നെ NF3യിലായിരിക്കും ഡൈപോൾ മൊമെൻ്റ് കൂടുതൽ, NH3യിൽ കുറവായിരിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കുക, നമ്മൾ ആക്ച്വൽ ഡൈപോൾ മൊമെൻ്റ് നോക്കുന്ന സമയത്ത്, മെഷർ ചെയ്യുന്ന സമയത്ത് NH3ക്കാണ് ഡൈപോൾ മൊമെൻ്റ് കൂടുതൽ. 4.9 × 10⁻³ കൂളം മീറ്ററാണ് വരുന്നത്. എന്നാൽ NF3ക്ക് എത്രയേ വരുന്നുള്ളൂ? 0.8 വരുന്നുള്ളൂ. × 10⁻³ കൂളം മീറ്ററേ വരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ NH3ക്ക് ഡൈപോൾ മൊമെൻ്റ് കൂടാനുള്ള കാരണം? അതിൽ ആ പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 2ൻ്റെയും പ്രത്യേകതകൾ. ഒന്ന്, NH3യിൽ ഡൈപോളിൻ്റെ ഡയറക്ഷൻ ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്കാണ്. എന്നാൽ NF3യിൽ സെൻട്രലുള്ള നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കാണ്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കാണ് ഇവിടെയുള്ളത്, ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്ക്. NH3യിൽ ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്കാണ്, അതേസമയം ഇവിടെ നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ NH3യിൽ നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്കുള്ള ഡൈപോളിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ലോൺ പെയറിൻ്റെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ശരിക്കും ലോൺ പെയറിൻ്റെ ഡൈപോളിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഈ ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്കുള്ള ഡൈപോള് ആക്ട് ചെയ്യും NH3യിൽ. അതേ സമയത്ത് NF3യിൽ നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കാണ് NF ബോണ്ടിൻ്റെ പൊളാരിറ്റിയുടെ ഡയറക്ഷൻ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ.
എന്നാൽ ലോൺ പെയറിൻ്റെ ഡൈപോള് നൈട്രജനിൽ നിന്ന് ലോൺ പെയറിലേക്ക് വന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. മനസ്സിലാക്കേണ്ടതാണ്, NF3 നൈട്രജനിൽ നിന്ന് ലോൺ പെയറിലേക്കാണ് ഡൈപോൾ മൊമെൻ്റിൻ്റെ ഡയറക്ഷൻ ഒന്ന്. മറ്റൊന്നുള്ളത് നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കുമാണ്. അപ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ദെർഫോർ ദാറ്റ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. എന്നാൽ NH3 വരുമ്പോൾ ഡൈപോളിൻ്റെ ഡയറക്ഷന് ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്കാണ്, നൈട്രജനിൽ നിന്നാണ് ലോൺ പെയറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് നൈട്രജൻ ഡൈപോളിൻ്റെ ഡയറക്ഷനും ലോൺ പെയറിൻ്റെ ഡൈപോളിൻ്റെ ഡയറക്ഷനും. എന്നാൽ NF3 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്കുള്ള ഡൈപോൾ ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നൈട്രജനിൽ നിന്ന് ലോൺ പെയറിലേക്കുള്ള ഡൈപോളിൻ്റെ ഡയറക്ഷൻ. Therefore that will cancel each other. അതാണ് അതിൻ്റെ റീസൺ. നോക്കുക, ഡൈപോൾ മൊമെൻ്റ് ഓഫ് NH3 is higher than NF3 molecule. The reason, resultant direction of dipole moment of NH bond is same as the direction of dipole moment of lone pair. ഇത്രയാണ് അതിലുള്ളത്. എഴുതേണ്ട കാര്യം, റിസൾട്ടൻ്റ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് NH ബോണ്ട് ഈസ് സെയിം ആസ് ദി ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് ലോൺ പെയർ. രണ്ടാമത്തെ പോയിന്റ്, ഇതിൻ്റെ നേരെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. റിസൾട്ടൻ്റ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് NF ബോണ്ട് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് ലോൺ പെയർ. രണ്ട് കാര്യങ്ങളാണ്. NH ബോണ്ടിൻ്റെ സെയിം ഡയറക്ഷനിലാണ് NH3 ഡൈപോളിൻ്റെ ലോൺ പെയറിൻ്റെ ഡയറക്ഷൻ. എന്നാൽ NF3 NFൻ്റെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലോൺ പെയറിൻ്റെ ഡൈപോളിൻ്റെ ഡയറക്ഷൻ. Therefore that will cancel each other in NF3. In NH3 these dipoles are in the same direction. Therefore that will reinforce അല്ലെങ്കിൽ it will strengthen the dipole direction. നമുക്ക് ഫജാൻസ് റൂൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫജാൻസ് റൂൾ ഫോർ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. ഒരു അയോണിക് ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് പാർഷ്യൽ കൊവാലൻ്റ് ക്യാരക്ടർ കാണിക്കും. അല്ലെങ്കിൽ ഒരു അയോണിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഭാഗികമായിട്ട് കൊവാലൻ്റ് ക്യാരക്ടർ കാണിക്കാൻ സാധ്യതയുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഫജാൻസ് റൂൾ. അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഫജാൻസ് റൂൾ. ഒന്നാമത്തെ, സ്മാളർ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ലാർജർ സൈസ് ഓഫ് ആനയോൺ ഗ്രേറ്റർ ദി കൊവാലൻ്റ് ക്യാരക്ടർ ഓൺ അയോണിക് ബോണ്ട്. സ്മാളർ സൈസ് ഓഫ് കാറ്റയോൺ ചെറുതാവും, ആനയോൺ വലുതുമാവുക. നോക്കുക, ഈ അയോണിക് കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാറ്റയോണിൽ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, അത് ആനയോൺ സ്വീകരിക്കുക. അപ്പോൾ ഈ കാറ്റയോണിൻ്റെ സൈസ് ചെറുതും ആനയോണിൻ്റെ സൈസ് വലുതും ആവുമ്പോൾ ഈ കാറ്റയോൺ വിട്ടുകൊടുത്ത ഇലക്ട്രോണിൻ്റെ മുകളിലുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പവർ ആനയോണിൽ കുറവായിരിക്കും. അപ്പോൾ അതിന് കാറ്റയോണ് അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. കാരണം എന്താ? കാറ്റയോൺ ചെറുതാണ്, അട്രാക്റ്റീവ് പവർ കൂടുതലായിരിക്കും. അപ്പോൾ വിട്ടുകൊടുത്ത ഇലക്ട്രോൺ തിരിച്ച് ഇങ്ങോട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു കൊവാലന്റ് ക്യാരക്ടറിലേക്ക് നീങ്ങും. രണ്ടാമത്തത്, ഗ്രേറ്റർ ദി ചാർജ് ഓൺ ദി കാറ്റയോൺ ഗ്രേറ്റർ വിൽ ബി ദി കൊവാലന്റ് ക്യാരക്ടർ. ഗ്രേറ്റർ ചാർജ്, കാറ്റയോണിലെ ചാർജ് കൂടുതലാണെങ്കിൽ, കാറ്റയോണിലെ ചാർജ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റയോണിൽ നഷ്ടപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ കൊവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ഈ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജിൽ കുറവൊന്നും വരുന്നില്ല, അതവിടെ ഉണ്ട്. പക്ഷേ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പവർ കൂടും. കാരണം പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതലും ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനയോണിൻ്റെ ഇലക്ട്രോണിനെ തിരിച്ച് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ ദി കൊവാലന്റ് ക്യാരക്ടർ, പാർഷ്യൽ കൊവാലന്റ് ക്യാരക്ടർ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യമാണ് സെയിം സൈസും. നമ്മൾ ആദ്യം പറഞ്ഞ സൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ്, രണ്ട് പറഞ്ഞ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്താണ്. മൂന്നാമത്തെ പറയുന്നത് ചാർജും സൈസും സെയിം ആണെങ്കിൽ, ഫോർ ദി കാറ്റയോൺസ് ഓഫ് സെയിം ചാർജ് ആൻഡ് സൈസ് രണ്ടും സെയിം ആണെങ്കിൽ, ദെൻ കാറ്റയോൺ വിത്ത് N-1 DN-NS0 കോൺഫിഗറേഷൻ, അതായത് ട്രാൻസിഷൻ മെറ്റലിൻ്റെ കോൺഫിഗറേഷൻ ആണ്. മോർ പോളറൈസിങ് ദാൻ കാറ്റയോൺ വിത്ത് NS2 NP6 കോൺഫിഗറേഷൻ, അതായത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാറ്റയോൺസ് ഉണ്ടാവാം ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ അനുസരിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്
എപ്പോഴും ഒരു കാറ്റയോൺ ഫോം ചെയ്യുന്നതിനാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാ കാറ്റയോൺസും അങ്ങനെയല്ല. ചിലതിന് ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോൺഫിഗറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കോൺഫിഗറേഷൻ ഉണ്ടാവും. അതാണ് N-1 DN NS⁻² എന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്തരം കോൺഫിഗറേഷൻ ആയിരിക്കും മോർ പോളറൈസിങ്. അപ്പോൾ പോളറൈസിങ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ ട്രാൻസിഷൻ മെറ്റൽ കോൺഫിഗറേഷനുള്ള കാറ്റയോൺസിനായിരിക്കും. ഇതിനേക്കാളും ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുള്ള കാറ്റയോണിനേക്കാളും മോർ പോളറൈസിങ് എബിലിറ്റി ഉണ്ടാവുക ട്രാൻസിഷൻ മെറ്റലിൻ്റെ കോൺഫിഗറേഷനായിരിക്കും. അതിനുള്ള കാരണങ്ങൾ ഒന്ന് ഡി ഇലക്ട്രോൺസ് ആണ്. ഇവിടെ N-1 DN എന്ന് പറഞ്ഞാൽ ഡി ഇലക്ട്രോൺസ് ആണ്. ഡി ഇലക്ട്രോൺസിൻ്റെ സ്ക്രീനിങ് എഫക്റ്റ്, ഷീൽഡിങ് എഫക്റ്റ് കുറവാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൂടുതൽ പിന്നീട് പഠിക്കും. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരേ സൈസ്, അത് നമ്മൾ പറഞ്ഞു, സൈസ് പറഞ്ഞു. സൈസ് വജാൻസ് റൂളിൽ സൈസാണ് ആദ്യം പറയുന്നത്. അപ്പോൾ കാറ്റയോണിൻ്റെ സൈസ് കുറവും ആനിയോണിൻ്റെ സൈസ് കൂടുതലും ആണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. രണ്ടാമത് പറഞ്ഞ ചാർജാണ്. ചാർജിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, കാറ്റയോണിൻ്റെ പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. കാറ്റയോൺസ് സെയിം ചാർജും സെയിം സൈസും ആണെങ്കിൽ പിന്നെ നമ്മളവിടെ പറയുന്നത് കാറ്റയോൺ വിത്ത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനേക്കാളും കൂടുതൽ പോളറൈസിങ് ക്യാരക്ടർ കാണിക്കുക കാറ്റയോൺസ് വിത്ത് ട്രാൻസിഷൻ മെറ്റൽ കോൺഫിഗറേഷൻ ആയിരിക്കും.